ഇന്നത്തെ ഗൾഫിലെ വാർത്തകൾ വളരെ വേഗത്തിൽ നോക്കി വരാം. തൊഴിൽ നിയമലംഘനങ്ങൾക്ക് 1 ലക്ഷം ദിർഹംസ് മുതൽ 10 ലക്ഷം ദിർഹംസ് വരെ പിഴ ഈടാക്കാവുന്ന രീതിയിൽ തൊഴിൽ നിയമങ്ങളിൽ ഭേദഗതി വരുത്തിയിരിക്കുകയാണ് UAE. ഫൈൻ ഈടാക്കാവുന്ന സന്ദർഭങ്ങളിൽ ഇതൊക്കെയാണ്: ലേബർ കാർഡ് അല്ലെങ്കിൽ വർക്ക് പെർമിറ്റ് ഇല്ലാതെ ജോലി എടുപ്പിക്കുക, ജോലി നൽകാനായി കൊണ്ടുവന്ന ശേഷം ജോലി നൽകാതിരിക്കുക, പ്രായപൂർത്തിയാകാത്തയാളെ ജോലിക്ക് നിർത്തുക, തൊഴിലാളിയുടെ അവകാശങ്ങൾ നൽകാതെ ഒരു ബിസിനസ് അവസാനിപ്പിക്കുക എന്നീ സന്ദർഭങ്ങളിലെല്ലാം ഈ പറഞ്ഞ രീതിയിൽ ഫൈൻ ഈടാക്കും. അതുമാത്രമല്ല, വ്യാജ നിയമനങ്ങൾ, ഉദാഹരണത്തിന് വ്യാജ എമറൈറ്റൈസേഷൻ പോലെയുള്ള നിയമ ലംഘനങ്ങൾ നടത്തിയാലും തൊഴിലുടമയിൽ നിന്ന് ഫൈൻ ഈടാക്കും. മാത്രമല്ല, തൊഴിൽ വിപണിയെ നിയന്ത്രിക്കുന്ന നിയമങ്ങൾ ലംഘിക്കുന്ന രീതിയിൽ തൊഴിലുടമയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രവൃത്തി ഉണ്ടായാലും ഇത്തരത്തിൽ 1 ലക്ഷം മുതൽ 10 ലക്ഷം ദിർഹംസ് വരെ ഫൈൻ ഈടാക്കിയേക്കും. ഒമാനിൽ തൊഴിൽ നിയമങ്ങൾ ലംഘിക്കുന്ന സ്വകാര്യ കമ്പനികൾക്കെതിരെ നടപടിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിരിക്കുകയാണ് തൊഴിൽ മന്ത്രാലയം. പുതിയ മാർഗനിർദ്ദേശം അനുസരിച്ച് തൊഴിലുടമയോ തൊഴിലാളികളോ ഏതെങ്കിലും നിയമലംഘനം നടത്തിയാൽ അവ രജിസ്റ്റർ ചെയ്യേണ്ടതും ലംഘനങ്ങൾ നിയന്ത്രിക്കേണ്ടതും ജുഡീഷ്യറി നിയമ എൻഫോഴ്സ്മെന്റ് ഓഫീസറുടെ ഉത്തരവാദിത്തമാണ്. അധികാരികൾ അവരുടെ പദവി വ്യക്തമാക്കുന്ന ID കാർഡ് ധരിച്ചിരിക്കണം. നിയമലംഘനം ശ്രദ്ധയിൽപ്പെട്ടാൽ ജുഡീഷ്യൽ ഓഫീസർ നിയമലംഘന റിപ്പോർട്ട് തയ്യാറാക്കും. ഇത്തരം നിയമലംഘനം, അതായത് തൊഴിലാളിയുടെയോ തൊഴിലുടമയുടെയോ നിയമലംഘനം തെളിയിക്കപ്പെട്ടാൽ മന്ത്രാലയം അവർക്ക് നൽകുന്ന സേവനങ്ങൾ അവസാനിപ്പിക്കും. പിന്നീട് നിർദ്ദിഷ്ട പിഴയടച്ചതിന് ശേഷമോ അല്ലെങ്കിൽ നിർദ്ദിഷ്ട ശിക്ഷാ കാലാവധി പൂർത്തിയാക്കിയതിനു ശേഷമോ മാത്രമേ ഈ സേവനങ്ങൾ പുനരാരംഭിക്കുകയുള്ളൂ. സൗദി അറേബ്യയിൽ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ വിവിധ നിയമലംഘനങ്ങളുടെ പേരിൽ പിടിക്കപ്പെട്ടത് 20,000-ലധികം പ്രവാസികളാണ്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ സുരക്ഷാ ഏജൻസികളുടെ സഹായത്തോടെ നടത്തിയ റെയ്ഡിന് ശേഷമാണ് ഇത്രയധികം 20,000-ലധികം പ്രവാസികളെ പിടികൂടിയത്. താമസ, തൊഴിൽ, അതിർത്തി സുരക്ഷാ നിയമങ്ങൾ ലംഘിച്ച 20,471 പ്രവാസികളെയാണ് പിടികൂടിയത്. കൂടാതെ നിയമലംഘകർക്ക് സൗകര്യമൊരുക്കുകയും അഭയം നൽകുകയും ജോലി നൽകുകയും അതിന് സൗകര്യം ചെയ്തു കൊടുക്കുകയും ചെയ്ത 20 വ്യക്തികളെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വീട്ടിലിരുന്ന് ചെറുകിട സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു വാർത്തയാണ് ഖത്തറിൽ നിന്നുള്ളത്. ചെറുകിട വ്യവസായ സംരംഭങ്ങളുടെ പട്ടികയിൽ പുതുതായി 48 എണ്ണം കൂടി ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഖത്തർ വാണിജ്യ വ്യവസായ മന്ത്രാലയം. ഹോം പ്രൊജക്ട് ലൈസൻസിന് കീഴിലാണ് ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തയ്യൽ, തുകൽ ബാഗ് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണവും റിപ്പയറിംഗും, സോഫ്റ്റ്വെയർ ഡിസൈനിംഗ്, പ്രോഗ്രാമിംഗ്, വസ്ത്രവ്യാപാരം, പാദരക്ഷ വിൽപ്പന, ട്രാൻസ്ലേഷൻ സേവനങ്ങൾ, വിവിധ ഇനം നട്ട്സുകളുടെ വിൽപ്പന, സുഗന്ധദ്രവ്യ വിൽപ്പന, ആഭരണ ഡിസൈനിംഗ്, സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ വ്യാപാരം, ഇന്റീരിയർ ഡെക്കറേഷൻ, യാത്രാ സാധനങ്ങൾ വാടകയ്ക്ക് നൽകൽ തുടങ്ങിയവ പുതിയ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീടുകളിൽ നിന്നും സേവനം നൽകാനുള്ള അപേക്ഷാ ഫോം, വീട്ടുടമസ്ഥന്റെയും ലൈസൻസ് ഹോൾഡറുടെയും ID കാർഡ്, മൈ അഡ്രസ് വിവരങ്ങൾ എന്നിവയാണ് ഇതിനുവേണ്ട രേഖകൾ. ഏകജാലക പോർട്ടൽ വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം.